നിങ്ങൾ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഡിപ്ലോമ ഉള്ളവരാണോ? അല്ലെങ്കിൽ ഡിപ്ലോമ അവസാന വർഷ വിദ്യാർത്ഥിയാണോ? എങ്കിൽ നിങ്ങൾക്കും വെറും 3 വർഷം കൊണ്ട് ഇനി ബിടെക് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാം. അതെ, ലെറ്റ് അഥവാ ലാറ്ററൽ എൻട്രി ടെസ്റ്റ് 2025 ഉടൻ നടക്കാനിരിക്കുകയാണ്. ഈ ഒരു എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കായി ടെക് PSC തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ്. മുൻവർഷങ്ങളിൽ ധാരാളം വിജയികളെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ അതിവിദഗ്ധരായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. ക്ലാസുകൾ ലൈവ് സെഷൻസായും റെക്കോർഡഡ് സെഷൻസായും നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ നോട്ട്സും മറ്റ് സ്റ്റഡി മെറ്റീരിയൽസും ഡൗൺലോഡബിൾ PDF ഫോർമാറ്റിൽ നിങ്ങൾക്ക് ലഭിക്കും. ഡൗട്ട് ക്ലിയറൻസിനും മെന്റർഷിപ്പിനുമുള്ള അവസരങ്ങളുണ്ടാകും. അതോടൊപ്പം എ സ്മാർട്ട് സ്റ്റഡി പ്ലാൻ വിത്ത് ടോപ്പിക് വൈസ് എക്സാംസ്, ഫുൾ സിലബസ് ബേസ്ഡ് മോഡൽ എക്സാംസ് വിത്ത് ഫീഡ്ബാക്ക് എന്നിവ അടങ്ങിയ ഈ ഒരു കോഴ്സിന്റെ വാലിഡിറ്റി എക്സാം തീയതി വരെ. നമ്മൾ തേർഡ് മൊഡ്യൂളിന്റെ സെക്കൻഡ് പാർട്ടാണ് പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഈ തേർഡ് മൊഡ്യൂളിന്റെ ഫസ്റ്റ് നമ്മൾ സീക്വൻസും സീരീസും എന്താന്ന് പഠിക്കുന്നുണ്ട്. അതിന്റെ കൺവേർജൻസും ഡൈവേർജൻസിനെ പറ്റി അങ്ങനത്തെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സീക്വൻസ് എന്താ, സീരീസ് എന്താ എന്നൊക്കെ നമ്മൾ പഠിച്ചായിരുന്നു അല്ലെ. അപ്പൊ സീക്വൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പൊക്കോണ്ടേയിരിക്കുന്ന ഒരു നമ്പർ സിസ്റ്റം ആയിട്ടാണ് പഠിച്ചത്. ഇപ്പൊ 1 2 3 4 എന്ന് പറഞ്ഞിങ്ങനെ പോകുന്നതിന് നമ്മൾ സീക്വൻസ് എന്നും, ഈ ഒരു സീക്വൻസിന്റെ സമ്മിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു, സീരീസ് എന്നും വിളിച്ചു അല്ലെ. സീരീസ് ആകുമ്പോഴത്തേക്ക് അത് എന്തായി മാറും എന്നാ പറഞ്ഞ 1 + 2 + 3 + 4 എന്ന് പറഞ്ഞ ഇങ്ങനെയായിരിക്കും പോകുക. അതിൽ കൺവേർജൻസും ഡൈവേർജൻസും എങ്ങനെയാണെന്നും ഓരോ ടെസ്റ്റുകൾ വെച്ചിട്ട് നമ്മൾ സീരീസിന്റെ സീക്വൻസിന്റെ കൺവേർജൻസും ഡൈവേർജൻസും ഒക്കെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്നും ഒക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് കുറച്ച് സ്പെഷ്യലൈസ്ഡ് ടൈപ്സ് ഓഫ് സീരീസിന്റെ കാര്യങ്ങളും അതിന്റെ പ്രോപ്പർട്ടീസിനെയും പറ്റിയാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, സോ അതിന്റെ ഫസ്റ്റ് സീരീസ് ആണ് ടെയ്ലർ സീരീസ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് ഈ ടെയ്ലർ സീരീസ് എന്ന് നമുക്ക് നോക്കാം. സോ ടെയ്ലർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ f(x)നകത്ത് about a point x is equal to x0 is an infinite series that approximates the function using its derivatives at x0. അതായത് ഈ f(x) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിൽ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന ഒരു സീരീസ്. ഞാൻ പറഞ്ഞില്ല, ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഇപ്പൊ 1 2 3 4 എക്സെട്ര എന്ന് പറഞ്ഞു പോകുന്ന ഒരു സീരീസിനെ നമുക്ക് f(x) is equal to എന്ന് പറയുന്ന പോലത്തെ ഒരു സീരീസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എഴുതി പോവാം. ജസ്റ്റ് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതി പോവാം അല്ലെ. അതിന്റെ സീരീസ് ആകുമ്പോൾ എന്താണ്, ഇതിന്റെ സമ്മ വരും അല്ലെ. ഇതിന്റെ എല്ലാത്തിന്റെയും സമ്മ പോകുന്ന ഒരു ഫംഗ്ഷൻ ആണ് f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ. എന്താ നാച്ചുറൽ നമ്പേഴ്സിന്റെ സമ്മാണ് ഉള്ളത് എന്നുള്ള രീതി വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം. അപ്പൊ അതുപോലത്തെ ഒരു ഫംഗ്ഷൻ ആണ് ഈ ഒരു f(x). ഒരു ടെയ്ലർ സീരീസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഏത് പോയിന്റിലാ പറയുന്നത്, x is equal to x0 എന്ന് പറയുന്ന ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ സീരീസ് ഇൻഫൈനൈറ്റ് ആയി പോകുന്ന പറയുന്നത്. അതായത് ഒരിടത്തോ നിൽക്കുന്നില്ല, അത് പൊക്കോണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷനിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, അപ്രോക്സിമേറ്റ് ഇൻഫൈനൈറ്റ് ആയിട്ട് പൊക്കോണ്ടേയിരിക്കുന്ന സീരീസിനെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫംഗ്ഷനിലേക്ക് എന്ത് ചെയ്യും, അപ്രോക്സിമേറ്റ് ചെയ്യും. എന്ത് ഉപയോഗിച്ചിട്ടാണ്, ഈ ഒരു x0ന്റെ ഡെറിവേറ്റീവ് ഉപയോഗിച്ചിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സോ f has derivatives of all orders at x0, the Taylor series. ഓക്കെ, ജസ്റ്റ് ഒരു ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മതി. എങ്ങനെയാ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോ ഒരു ഫംഗ്ഷൻ ഉണ്ട് f(x). അത് ഏത് പോയിന്റിലാണ് x is equal to x0 ആകുമ്പോൾ അത് ഇൻഫൈനൈറ്റ് സീരീസ് ആയി മാറുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു അപ്രോക്സിമേറ്റ് ഫംഗ്ഷനിലേക്ക് നമുക്ക് അതിനെ എഴുതി, ഒരു അപ്രോക്സിമേറ്റ് ഫംഗ്ഷനിലേക്ക് അതിനെ കൊണ്ട് എത്തിക്കാൻ പറ്റുന്ന പറയുന്നത്. എങ്ങനെ, ഈ ഏത് പോയിന്റിലാണോ ഇത് ഇൻഫൈനൈറ്റ് ആയി പോയത് ആ പോയിന്റിന്റെ ഡെറിവേറ്റീവ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ആക്കാൻ പറ്റും പറഞ്ഞേക്കുന്നത്. അത് പ്രകാരം നമുക്കൊരു ടെയ്ലർ സീരീസിനെ ഈ ഒരു രീതിയിൽ എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. സോ ഇത് നമ്മൾ കുറച്ച് ടൈപ്പ് ഓഫ് സീരീസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് എല്ലാത്തിനകത്ത് മെയിൻലി കുറച്ച് ഇക്വേഷൻസ് പഠിക്കാറുണ്ട്. ഇപ്പൊ ടെയ്ലർ സീരീസ് ആണെങ്കിലും ഫൊറിയർ സീരീസ് ആണെങ്കിലും രണ്ടിനും എന്തുണ്ട്, ഇക്വേഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് പഠിച്ചിരുന്നാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇക്വേഷൻ ഭയങ്കര സിമ്പിൾ ആണ്. f(x) എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ എഴുതണം, f(x0) തന്നിരിക്കുന്ന പോയിന്റ് ഏതാണോ അത് പ്ലസ് f'(x0). ഇപ്പൊ പറഞ്ഞല്ലോ, ഇപ്പൊ f(x) എന്ന് പറയുന്നത് x ആണ് എങ്കിൽ f'(x) എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിന്റെ ഡെറിവേറ്റീവ് ആയിരിക്കണം നമുക്കിവിടെ എഴുതാനായിട്ടുള്ളത്. ഓക്കെ, എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 1. അപ്പൊ അങ്ങനെ വേണം എഴുതാൻ. ഇപ്പൊ f'(0) എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ ഡെറിവേറ്റീവ്, 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 അല്ലെ. കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് 0 ആണ്. സോ ഇതാണ് ഈ ട്രിപ്പിൾ ഡാഷ് വരുമ്പോൾ, അതായത് f'' എഴുതുവാണെങ്കിൽ ഈ കിട്ടിയ റിസൾട്ടിന്റെ ഡെറിവേറ്റീവ് എടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, കുറച്ച് സ്പീഡ് കൂടി പോയി, കുറച്ച് പയ്യെ പറഞ്ഞു പോവാം.
ഓക്കെ, ഇപ്പൊ ഈ ഒരു ഡെറിവേഷന്റെ കാര്യം നോക്കി, ഡെറിവേറ്റീവ്സും ഇന്റഗ്രൽസും ഒക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലൊക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തിട്ട് വരണം, എന്നാൽ മാത്രമേ നമുക്ക് ഇത് പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഇതിനകത്ത് ഫുള്ള് നമ്മൾ ഡെറിവേറ്റീവ്സ് ആണ് എടുക്കുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേറ്റീവ്സ്, സിമ്പിൾ ആയിട്ടുള്ള ഇന്റഗ്രേഷൻ എടുത്തു പോകുന്നത്. അപ്പോൾ എങ്ങനെയാ അത് പോയിരിക്കുന്നതെന്ന് മനസ്സിലാവണമെങ്കിൽ ആ ബേസിക്സ് ഓഫ് ഇന്റഗ്രൽസും ബേസിക്സ് ഓഫ് ഡെറിവേറ്റീവ്സും നോക്കിയിട്ട് തന്നെ ഇത് നോക്കുക, ഇല്ലെങ്കിൽ മനസ്സിലാവില്ല കേട്ടോ. അത് നോക്കിയിട്ട് വരികയാണെങ്കിൽ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ഇക്വേഷൻ പഠിക്കുക, അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സംഭവം എന്താണെന്ന് കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ ആണ് സാധനം. ഓക്കെ, ഈ ഇക്വേഷൻ പഠിക്കുക എന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ എന്താ പറഞ്ഞിരിക്കുന്നത്, എഫ് ഓഫ് എക്സ് സീറോ എന്താന്ന് എഴുതുക, പ്ലസ് എന്ത് ചെയ്യാൻ എഫ് ഡാഷ് ഓഫ് എക്സ് സീറോ. ഡാഷ് ഓഫ് എക്സ് സീറോ എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷന്റെ ആ ഡെറിവേറ്റീവ് എടുക്കുക. ആ ഡെറിവേറ്റീവ് ആയിരിക്കും ഇവിടെ വരുന്നത് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് മൈനസ് എക്സ് സീറോ. എക്സ് എന്ന് പറയുന്ന ഏത് പോയിന്റ് ആണ്, എക്സ് നോട്ട് നമ്മൾ ഇൻഫൈനൈറ്റ് ആക്കിയ പോയിന്റ്. ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് മനസ്സിലാവും. പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് സീറോ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടുത്തെ കിട്ടിയിരിക്കുന്ന സാധനത്തിന്റെ ഡെറിവേറ്റീവ് എടുത്തിട്ട് വേണം ഇവിടെ എഴുതാൻ. അങ്ങനെയാണ് ഇത് പോകുന്നത്. ആൻഡ് പോകുന്ന അനുസരിച്ച് എന്താവും, താഴെ ഡിനോമിനേറ്റർ 1 ഫാക്ടോറിയൽ 2 ഫാക്ടോറിയൽ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞ് n ഫാക്ടോറിയൽ വരെയും പോകും. ഫാക്ടോറിയൽ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായത്. എന്താ ഫാക്ടോറിയൽ? ഇപ്പൊ 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ഇൻറ്റു 1 വരെ. ഇപ്പൊ 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ്, 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഇൻറ്റു 1. അങ്ങനെ ഏത് നമ്പർ ആണോ തന്നേക്കുന്നത് അതേ ഇൻറ്റു 1 കുറച്ച് 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 1 എത്തുന്ന വരെയും മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫാക്ടോറിയൽസ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഇതാണിത്. ന്യൂമറേറ്ററിൽ എന്തായിരിക്കും ഡെറിവേറ്റീവ്, ഡിനോമിനേറ്ററിൽ ആരാണുള്ളത്, ഫാക്ടോറിയലും ആണുള്ളത്. ഇൻറ്റു ആ ഒരു പോയിന്റിന്റെ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മളിങ്ങനെ സമ്മ് കണ്ടുപിടിച്ച് പോകുന്ന ഈ ഒരു സീരീസിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്, ടെയ്ലർ സീരീസ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ ടെയ്ലർ സീരീസിന് ഒരു സ്പെഷ്യൽ കേസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ മെക്ലോറിൻ സീരീസ് എന്ന് വിളിക്കുന്നത്. സോ മെക്ലോറിൻ സീരീസ് എന്ന് വിളിക്കണമെങ്കിൽ നമ്മുടെ ഈ എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ 0 ആയിരിക്കണം. ഓക്കെ, നമുക്ക് തരുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത്, ഇൻഫൈനൈറ്റ് ആക്കുന്ന ആ പോയിന്റ് എന്ന് പറയുന്നത് എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ, എക്സ് നോട്ട് എന്ന് പറയുന്ന വാല്യൂ 0 ആയി പോവുകയാണെങ്കിൽ നമുക്ക് സീരീസ് എന്താന്ന് പറയാം, ഒരു മെക്ലോറിൻ സീരീസ് ആണെന്ന് പറയാം. കണ്ടോ, അപ്പൊ നമ്മുടെ ഇക്വേഷൻ മാറുന്നത് ഈ ഒരു രീതിയിലേക്കായിരിക്കും മാറുന്നത്. കണ്ടോ, എഫ് ഓഫ് 0 ആയിപ്പോ, കാരണം എക്സ് നോട്ടിന്റെ വാല്യൂ 0 ആയി പോയല്ലോ. അപ്പൊ എക്സ് നോട്ട് ഉള്ളിടത്തെല്ലാം എന്താകും, 0. സോ എഫ് ഓഫ് 0 പ്ലസ് ഇവിടെ എന്തായി മാറി, എഫ് ഡാഷ് ഓഫ് 0 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ മുകളിൽ എന്തായിരുന്നു, എക്സ് മൈനസ് എക്സ് നോട്ട് ആയിരുന്നു, അല്ലേ? ഈ എക്സ് സീറോയുടെ വാല്യൂ എന്തായി മാറി, 0 ആയിപ്പോ. അപ്പൊ ഇവിടെ എന്താ, ഇൻറ്റു എക്സ് മാത്രമായി. അടുത്ത് ഇവിടുത്തെ എന്തായിരുന്നു, എക്സ് സ്ക്വയർ മൈനസ് സോറി, ഇവിടെ എന്തായിരുന്നു, എക്സ് മൈനസ് എക്സ് നോട്ട് ദ ഹോൾ സ്ക്വയർ ആയിരുന്നു. ഈ എക്സ് നോട്ടിന്റെ വാല്യൂ 0 ആയിപ്പോയി. അപ്പൊ ബാക്കി എന്താ ഉണ്ടാവുക, എക്സ് സ്ക്വയർ. അങ്ങനെ പോയി എക്സ് റേസ് ടു n വരെ. ഡിനോമിനേറ്ററിൽ സെയിം തന്നെ നമ്മൾ ഫാക്ടോറിയൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, എഴുതി പോകുന്നത്. സോ അതാണ് അതിന്റെ ഒരു സ്പെഷ്യൽ കേസ്. സോ ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഫസ്റ്റ് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞാൽ അതിൽ തന്നെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ എഴുതാന്നേ ഉള്ളൂ. എക്സ് നോട്ടിന്റെ സ്ഥാനത്തെല്ലാം 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് മെക്ലോറിൻ സീരീസ് ആവും. ഓക്കെ, സോ ഈ ഇക്വേഷൻ പഠിച്ചു വെക്കുക. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ കണ്ടോ, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സ് എന്നാണ് എന്ത് നടക്കുന്നത്, നമ്മുടെ എഫ് ഓഫ് എക്സ് എഴുതിയേക്കുന്നത്. നമ്മുടെ ടെയ്ലർ സീരീസ് വെച്ചിട്ട് എന്താ പറഞ്ഞേക്കുന്നത്, ഓൾ ഡെറിവേറ്റീവ്സ് ഓഫ് ഇ റേസ് ടു എക്സ്. ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ്. ഇ റേസ് ടു എക്സിനെ നമ്മൾ എത്ര തവണ ഡെറിവേറ്റീവ് എടുത്താലും, ഇ റേസ് ടു എക്സിന്റെ ഡെറിവേറ്റീവ് നമ്മൾ എത്ര തവണ എടുത്താലും ഈ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെ ആയിരിക്കും, ഇ റേസ് ടു എക്സ് തന്നെ ആയിരിക്കും. അപ്പൊ നമുക്കറിയാം ഇവിടെ കണ്ടോ, അപ്പൊ ഇവിടെ എക്സ് ഇസ് ഈക്വൽ ടു 0 ആയിരിക്കുമ്പോഴത്തെയാണ് നമ്മൾ നോക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ഒരു ഇക്വേഷൻ എഴുതിയാൽ മതി. ഏത് ഇക്വേഷൻ, നമ്മുടെ മെക്ലോറിൻ സീരീസിന്റെ ഇക്വേഷൻ എഴുതി പോയിരുന്നാൽ മതി. ഓക്കെ, സോ മെക്ലോറിൻ ഇക്വേഷൻ എന്താ പറയുന്നത്, എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് 0 പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് പ്ലസ് എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞാലേ പോകുന്നത്. ഇവിടെ എന്താ, ഇവിടെ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് എന്തായി മാറും, ഇവിടെ എഫ് ഓഫ് 0 എന്ന് പറയുന്നത് 1 ആണ്. ഓക്കെ, എക്സ് ഇസ് ഈക്വൽ ടു 0 ആകുമ്പോഴത്തേക്ക് എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ എന്താവും, ഇ റേസ് ടു 0. ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ എത്ര വരും, 1 ആവും. ഓക്കെ, അതാണ് ഇവിടെ വരുന്നത്. ഇവിടെ എഫ് ഓഫ് 0 എന്ന് പറയുമ്പോൾ എക്സിന്റെ വാല്യൂ എന്തായി മാറി, എക്സിന്റെ വാല്യൂ 0 ആയി മാറി. അപ്പൊ എന്താ, ഇ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എഫ് ഓഫ് 0യുടെ വാല്യൂ 1 ആണ്. സോ ഇവിടെ എന്താവും, ഇസ് ഈക്വൽ ടു 1 പ്ലസ് ഇവിടെ അപ്പൊ എന്താണ്, 1ന്റെ ഡെറിവേറ്റീവ്. ഇതിന് ഇവിടെ ഇനി അടുത്ത് എന്ന് പറഞ്ഞാൽ എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുമ്പോൾ ഇവിടെ കിട്ടിയതിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ ഇനി അടുത്ത് എഴുതിയെടുത്തത്, അല്ലേ? അടുത്ത് നമ്മൾ എഴുതേണ്ടത് ഇയാളുടെ ഡെറിവേറ്റീവ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങോട്ട് എഴുതുന്നത്. 1ന്റെ ഡെറിവേറ്റീവ് എന്താണ്, 0 ആണ്, അല്ലേ? അപ്പം 1 എന്ന് പറഞ്ഞൊരു കോൺസ്റ്റന്റ് ആയതുകൊണ്ട് 1ന്റെ ഡെറിവേറ്റീവ് 1 തന്നെയാണ്. അപ്പൊ അവിടെ എന്താ വ്യത്യാസം ഒന്നും വരുന്നില്ല. അപ്പൊ 1 ഇൻറ്റു എക്സ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, എക്സ് ബൈ 1 ഫാക്ടോറിയൽ തന്നെ പ്ലസ് അടുത്തത് എന്താണ്, വീണ്ടും ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് 0ന്റെ ഡെറിവേറ്റീവ്. എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 എന്ന് പറയുമ്പോൾ എക്സിന്റെ ഡെറിവേറ്റീവ്.
എക്സിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇവിടെ എഫ് ഓഫ് സീറോ കിട്ടിയത് 1 ആണ്. എഫ് ഡാഷ് ഓഫ് സീറോ കിട്ടുന്നതും എഫ് ഡാഷ് ഓഫ് സീറോയും കിട്ടിയത് എന്താണ് 1 ആണ്. ഇനി എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് തന്നെ കിട്ടുന്നത് 1 തന്നെ കിട്ടുന്നത് അല്ലേ. അപ്പൊ അവിടെ എന്ത് തന്നെ വരത്തുള്ളൂ 1 ഇൻറ്റു എക്സ് സ്ക്വയർ. 1 ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ പ്ലസ് അടുത്ത ടേം എന്തായിരിക്കും എക്സ് ക്യൂബ് ബൈ 3 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര എന്ന് പറഞ്ഞായിരിക്കും പോകുന്നത്. നമ്മുടെ ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് എന്തായി മാറി ഈ ഒരു ഫോമുലേറ്റായിരിക്കും നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മുടെ ടൈലർ സീരീസ് ഉപയോഗിച്ച് 1 പ്ലസ് എക്സ് ബൈ 1 ഫാക്ടോറിയൽ പ്ലസ് എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കാം. ഓക്കെ, എക്സിന് വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കത് കുറച്ചും കൂടെ എന്താ ആൻസർ കിട്ടുന്നത് നോക്കാം. എക്സിന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും ഇ റേസ് ടു 1 അല്ലേ. സോ ഇ റേസ് ടു 1 ആകുമ്പോൾ ഈ എക്സിന്റെ സ്ഥാനത്ത് എല്ലാം എന്തായി മാറും 1 ആവും. സോ 1 പ്ലസ് 1 ബൈ 1 എന്ന് പറയുമ്പോൾ 1 ആയി മാറി. അടുത്ത് എന്ത് വരും 1 സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് 1 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 2 തന്നെ. അപ്പൊ എന്തായി മാറി 1 ബൈ 2 ആയി. അടുത്താണ് എക്സ് ക്യൂബ് എന്ന് പറയുമ്പോൾ 1 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1 തന്നെ ബൈ 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ എന്താണ് 1 ഇൻറ്റു 2 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര വരും 6. ഇങ്ങനെ പോകും. നമുക്ക് പെട്ടെന്ന് അപ്രോക്സിമേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യത്തെ ഒരു 3-4 ടേം എടുത്താൽ മതി. ഇത്രയും കൊണ്ട് ചെയ്യുമ്പോൾ 2.666 ആയി. സോ നമുക്ക് എന്താ പറയാം ഇത് 2 എന്ന് പറയുന്ന വാല്യൂലേക്ക് എന്താണ് കൺവേർട്ട് ചെയ്യുവാണ്. അതായത് നമ്മുടെ ഈ ഒരു ഇയുടെ വാല്യൂ ഏറെക്കുറെ എന്ത് അപ്രോക്സിമേറ്റ്ലി ഈക്വലന്റ് ടു 2.666 എന്നുള്ള വാല്യൂലേക്കാണ് ഇക്വലന്റ് നമുക്ക് പറയാം. കുറച്ചും കൂടെ നമ്മൾ ടേംസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഇയുടെ വാല്യൂ എന്താണ് എക്സ് ഈക്വൽ ടു 1 ആയിരിക്കുമ്പോൾ എന്നുള്ളത് കിട്ടും. ഓക്കെ, സോ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടൈലർ സീരീസ് യൂസ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ വേറൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടി. ഇവിടെ കണ്ടോ, ഫൈൻഡ് ദ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താന്ന് തന്നിട്ടുണ്ട് കോസ് എക്സ് ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മെക്ലോറിൻ സീരീസ് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ മെക്ലോറിൻ സീരീസിന്റെ ഇക്വേഷൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് സീറോ പ്ലസ് എഫ് ഡാഷ് ഓഫ് സീറോ ഇൻറ്റു എക്സ് ബൈ 1 ഫാക്ടോറിയൽ. ആ ഒരു ഇക്വേഷൻ നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി എന്ത് ചെയ്യാം ഓരോ ടേമും കണ്ടുപിടിക്കാം. എഫ് ഓഫ് എക്സ് ആരാ തന്നിട്ടുണ്ട് കോസ് എക്സ് ആണ് തന്നിട്ടുണ്ട്. നമുക്കിനി എന്ത് ചെയ്യണം എഫ് ഓഫ് സീറോ എന്താന്ന് കണ്ടുപിടിക്കാം അല്ലെ. അപ്പൊ എഫ് ഓഫ് സീറോ എന്ന് പറയുമ്പോൾ എന്ത് വരും എക്സിന്റെ സ്ഥാനത്ത് 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്താ എഫ് ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ കോസ് സീറോ. കോസ് സീറോയുടെ വാല്യൂ അറിയാം 1 ആണ്. അറിയാലോ ഈ ഒരു ഗ്രാഫ് വരയ്ക്കാൻ 0, 30, 45, 60, 90 എന്നുള്ള രീതിയിൽ. പിന്നെ ഇവിടെ സൈൻ വരും, ഇവിടെ എന്ത് വരും കോസ്. അപ്പൊ എന്ത് വരും 0, 1/2, 1/√2, √3/2 പിന്നെ 1. കോസ് ആകുമ്പോൾ തിരിഞ്ഞു വരും 1, √3/2, 1/√2, 1/2, 0. ഇപ്പൊ ഉണ്ടോ കോസ് സീറോയുടെ വാല്യൂ നോക്കി 1 ആണ്. അപ്പൊ അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. കോസ് സീറോയുടെ വാല്യൂ എന്തായി മാറി 1 ആയി മാറി. ഓക്കെ, അപ്പൊ അതിന് എന്ത് ചെയ്യാം ഇനി ഇനി എഫ് ഡാഷ് ഓഫ് സീറോ ചെയ്യണം അല്ലെ. എഫ് ഡാഷ് ഓഫ് സീറോ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എഫ് ഡാഷ് ഓഫ് എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ എഴുതി പോവാണ്, കൺഫ്യൂസ്ഡ് ആവല്ലേ. ആദ്യം എഫ് ഓഫ് എക്സ് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, അത് നമ്മൾ എഴുതി വെച്ച് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് വരും. ഓക്കെ, അടുത്ത എന്ത് കണ്ടുപിടിക്കുക എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഡെറിവേറ്റീവ്. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് സൈൻ എക്സ്. സോ നമ്മൾ എന്ത് എഴുതി മൈനസ് സൈൻ എക്സ് എഴുതി. ഇനി നമുക്ക് പക്ഷേ ഇവിടെ മെക്ലോറിൻ സീരീസ് വരെ നമുക്ക് എന്താ വാല്യൂ കൊടുക്കണ്ടേ എഫ് ഓഫ് സീറോ എഫ് ഡാഷ് ഓഫ് സീറോ എന്ന് പറഞ്ഞ വേണം വാല്യൂ കൊടുക്കുക. അപ്പൊ എഫ് ഓഫ് എക്സ് കോസ് എക്സ് ആകുമ്പോൾ ഇവിടെ എന്ത് ഇട്ട് കൊടുക്കുക എക്സിന്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക. എക്സിന്റെ വാല്യൂ 0 ഇട്ടുമ്പോൾ കോസ് സീറോ എന്തായി മാറി 1 ആയി മാറി. നമുക്ക് ആദ്യത്തെ ടേം കിട്ടി. അടുത്ത ഇനി എഫ് ഡാഷ് ഓഫ് സീറോ ഈ ടേം കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ് മൈനസ് സൈൻ എക്സ്. എഫ് ഡാഷ് ഓഫ് സീറോ ആണ് വേണ്ട. അപ്പൊ ഇനി ഈ ഇക്വേഷനിലേക്ക് എക്സിന്റെ വാല്യൂ എന്തിട്ട് കൊടുക്കുക 0 ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തൊരു മൈനസ് സൈൻ എക്സ് നമ്മൾ 0 ഇട്ട് കൊടുക്കുകയാണ്. സൈൻ സീറോയുടെ വാല്യൂ എന്താണ് 0 ആണ് അല്ലെ. അപ്പൊ 0 ഇൻറ്റു മൈനസ് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് 0 തന്നെയാണ്. അപ്പൊ എന്ത് കിട്ടി അടുത്ത ടേം കിട്ടി എഫ് ഡാഷ് ഓഫ് സീറോ. അടുത്ത ടേം കണ്ടുപിടിക്കണം. അടുത്ത എന്താണ് എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ കണ്ടുപിടിക്കണം അല്ലെ. എഫ് ഡബിൾ ഡാഷ് ഓഫ് സീറോ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യും മൈനസ് സൈൻ എക്സിന് എന്ത് ചെയ്യുക ഡെറിവേറ്റീവ് എടുക്കുക അല്ലെ. അപ്പോൾ സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സ് ആണ്. ഇവിടെ ഒരു നെഗറ്റീവ് ഉള്ളതുകൊണ്ട് എന്ത് വന്നു മൈനസ് കോസ് എക്സ് നമുക്ക് ആൻസർ കിട്ടി. ഇനി അവിടെ എന്ത് ചെയ്യുക എക്സിന്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുക. എക്സിന്റെ വാല്യൂ 0 ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും കോസ് സീറോയുടെ വാല്യൂ നമുക്കറിയാം 1 ആണ്. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് ആൻസർ എന്തായി മാറി -1 ആയി. ഇനി അടുത്ത് എന്ത് ചെയ്യണം എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറോ കണ്ടുപിടിക്കണം. ഈ ട്രിപ്പിൾ ഡാഷ് ഓഫ് സീറോ കണ്ടുപിടിക്കുക ആദ്യം എന്ത് ചെയ്യും ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കുക. എപ്പോഴും ഓർക്കണം മുമ്പത്തേന്ന് വേണം ചെയ്യാൻ. ഈ മൈനസ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് എന്ത് ചെയ്യും കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. കണ്ടു ഇത്രയും കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. ഇവിടെ ഓൾറെഡി നെഗറ്റീവ് ഉള്ളത് ആ നെഗറ്റീവ് വന്നിട്ട് എന്താവും മൈനസ് പ്ലസ് സൈൻ എക്സ് ആവും. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം 0 അപ്ലൈ ചെയ്യണം അല്ലെ. 0 അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് എന്ത് വന്നു സൈൻ സീറോയുടെ വാല്യൂ 0 ആണ്. അടുത്ത നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു 3 0 അല്ലാത്ത വാല്യൂസ് എങ്കിലും അറ്റ്ലീസ്റ്റ് നമുക്ക് കണ്ടുപിടിച്ചിരിക്കണം. എന്നാൽ മാത്രം നമുക്ക് ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഇത്രയും ചെയ്തു പോകുന്നത്. അതുകൊണ്ട് ഇവിടെ ഇപ്പൊ നമ്മൾ ഇത്രയും ചെയ്തപ്പോഴത്തേക്ക് 0 വാല്യൂ ഉണ്ട് 2 തവണ വന്നു. 2 എണ്ണേ ഉള്ളൂ എന്താണ് 0 അല്ലാത്ത വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം കുറച്ച് തവണയും കൂടെ ഇത് റിപ്പീറ്റ് ആയിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ,
സോ ഞാൻ ഇപ്പൊ അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്, എഫ് റേസ്റ്റ് 4x അതാണ് നമ്മൾ ഇനി അടുത്ത് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ എന്ത് ചെയ്യുക, ഇവന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സൈൻ എക്സിന്റെ ഡെറിവേറ്റീവ് എന്താണ്, കോസ് എക്സ് ആണ്. അവിടെ 0 അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് കോസ് 0യുടെ വാല്യൂ 1 ആയി. എഫ് റേസ്റ്റ് 5 എന്ന് പറയുമ്പോൾ എന്താണ്, ഇതിന്റെ ഡെറിവേറ്റീവ് കോസ് എക്സിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ എക്സ് ആണ്. അത് പറയുമ്പോൾ എടുത്തെടുത്ത് 0 വന്നു. ഇപ്പൊ നമുക്ക് നോൺ സീറോ ആയിട്ടുള്ള 3 ടേംസ് കിട്ടിയല്ലേ. അപ്പൊ നമുക്കിനി നിർത്താം. സോ അത് വരെ ചെയ്തിരുന്നാൽ മതി. നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി ഉള്ള സീക്വൻസ് എങ്ങോട്ടാണ് ആവുന്നതെന്ന് കണ്ടുപിടിച്ചത്. ഇപ്പൊ 3-4 തവണ ചെയ്താൽ മതി. പക്ഷെ 0 അല്ലാത്ത ഒരു 3 വാല്യൂസ് എങ്കിലും ഉണ്ടാകാൻ മേക്ക് ഷുവർ ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മുടെ ഇക്വേഷൻ പ്രകാരമുള്ള എഫ് ഓഫ് 0 ഇക്വേഷൻ പ്രകാരമുള്ള എഫ് ഓഫ് 0, എഫ് ഡാഷ് ഓഫ് 0, എഫ് ഡബിൾ ഡാഷ് ഓഫ് 0, എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0 ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു അല്ലെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിലേക്ക് തിരിച്ചു വരാം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. എഫ് ഓഫ് 0ന്റെ വാല്യൂ കിട്ടിയത് 1 ആണ്. പ്ലസ് എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് എന്തായി മാറി, എഫ് ഡാഷ് ഓഫ് 0 എന്താണ്, ഇവിടെ കിടപ്പുണ്ട്. എഫ് ഡാഷ് ഓഫ് 0 എന്താണ്, 0 ആണ്. ഇവിടെ കിടപ്പുണ്ട്. എഫ് ഡാഷ് ഓഫ് 0 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ 0 ഇൻറ്റു എന്തെന്ന് പറഞ്ഞാൽ എന്തായി പോകും, 0 ആയിപ്പോ. സോ ഈ ടേം ഫുള്ളിലി എന്തായി പോകും, 0 ആയിപ്പോ. അതാണ് ഇവിടെ 0 ആയിട്ട്. അടുത്ത എഫ് ഡബിൾ ഡാഷ് ഓഫ് 0 നമ്മൾ എത്ര കണ്ടുപിടിച്ചേക്കുന്നത്, ഇവിടെ കിടപ്പുണ്ട് -1 ആണ് കിടപ്പുണ്ട് അല്ലെ. സോ അത് -1 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യും, -1 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് 0യുടെ വാല്യൂ 0 ആയതുകൊണ്ട് ഈ ടേം ഫുള്ളിലി എന്തായി പോകും, 0 ആയിപ്പോ. അതാണ് ഇവിടെ 0 ആണ്. അടുത്ത എഫ് റേസ്റ്റ് 4 0 എന്ന് പറയുമ്പോൾ എന്തോന്നു, 1 ആയിരുന്നു വാല്യൂ. അപ്പൊ ഇത് 1 ഇൻറ്റു എക്സ് റേസ്റ്റ് 4 ബൈ 4 ഫാക്ടോറിയൽ. അടുത്ത ടേം അതേപോലെ എന്തായി പോയി, 0 ആയിപ്പോയി അല്ലേ. സോ അങ്ങനെ പൊക്കൊണ്ടേയിരിക്കുന്ന ഒരു സീരീസ് ആണിത്. അതിനടുത്ത വരുന്ന ഇനി എന്തായിരിക്കും, -1 ഇൻറ്റു എക്സ് റേസ്റ്റ് 6 ആയിരിക്കും 4ാമത്തെ ടേം. ഇത് 5ാമത്തെ, ഇത് 5th ടേം. 6th ടേമിന് ഇവിടെ എങ്ങനെ വന്നേ, 1 0 -1 0 1 0 1 0 പിന്നെ അടുത്ത് എന്തായിരിക്കും ഇപ്പൊ വരുന്നത്, -1. ആ ഒരു പാറ്റേണിലായിരുന്നു പൊക്കോണ്ടിരുന്നത്. 1 0 -1 0 1 0 അടുത്തപ്പോ എന്തായിരിക്കും വരിക, -1 ആയിരിക്കും വരിക. ആ ഒരു പാറ്റേൺ അങ്ങനെയല്ലേ പോയെ, കണ്ടോ. 1 0 -1 0 വീണ്ടും 1 വന്നു, അടുത്ത 0. അപ്പൊ അതിനടുത്ത് എന്തായിരിക്കും വരാൻ പോകുന്നത്, -1 ആയിരിക്കും അല്ലെ. 1 0 -1 അപ്പൊ അടുത്ത 0 വന്നു, 1 വന്നു, പിന്നെ ഒരു 0 വന്നു. ഇനി അടുത്ത വരാൻ പോകുന്നത് എന്തായിരിക്കും, -1 ആയിരിക്കും. അതുകൊണ്ട് 6ാമത്തെ ടേം എഴുതണമെന്നില്ല. എഴുതുവാണെങ്കിൽ അത് വരാൻ പോകുന്നത് -1 ഇൻറ്റു എക്സ് റേസ്റ്റ് 6 ബൈ 6 ഫാക്ടോറിയലേക്ക്. നമുക്കപ്പോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്, ഓക്കെ, എന്താ കിട്ടുന്നത് നോക്കിയേ. ഇവിടെ എന്ത് വന്നു, ഈ ഇത് പോയി, ഇവിടെ 1 ഉണ്ട്. ഈ ഒരു ടേം 1 എഴുതി, കാണാൻ പാടുണ്ട് അല്ലേ. ഇവിടെ 1 ഉണ്ട്, ഞാൻ ആ 1 ഇവിടെ എഴുതി. ഇവിടെ ഒരു -1 ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ 2 ഫാക്ടോറിയൽ ഇവിടെ എഴുതിയിട്ടുണ്ട് അടുത്ത ടേം ആയിട്ട്. അടുത്ത ഇത് 0 ആണ്. ഇത് 1 ഇൻറ്റു എക്സ് റേസ്റ്റ് 4 ബൈ 4 ഫാക്ടോറിയൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. അടുത്ത ഇനി എന്തുണ്ട്, -6 ബൈ 6 ഫാക്ടോറിയൽ എക്സെട്ര എന്ന് പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ സീക്വൻസ് പോയിരിക്കുന്നത്. സോ ഇതാണ് എന്ത്, നമ്മുടെ മെക്ലോറിൻ സീരീസ്. ആ ഒരു ക്വസ്റ്റ്യനുള്ള കണ്ടോ, ഈ ഒരു ഇക്വേഷൻ എഫ് ഓഫ് എക്സ് ഇക്വൽ ടു കോസ് എക്സിന്റെ മെക്ലോറിൻ സീരീസ് എക്സ്പാൻഷൻ ആണ് ഈ എഴുതി വെച്ചേക്കുന്നത്. അതിനെ നമുക്ക് ചെറുതാക്കാൻ വേണ്ടി നമുക്ക് എങ്ങനെ എഴുതാൻ നോക്കി, മുകളിൽ എങ്ങനെ പോകുന്നതെന്ന് ആദ്യം നോക്കാം. മുകളിൽ എങ്ങനെയാ പോയിരിക്കുന്നത്, 2 4 6 എന്നുള്ള പവറിലാണല്ലോ പോകുന്നത്. അതായത് 2 ഇൻറ്റു എത്രയോ, 2 ഇൻറ്റു 1 2 ഇൻറ്റു 2 2 ഇൻറ്റു 3 2 ഇൻറ്റു 4 എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എക്സിന്റെ പവർ പോയിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്താൽ, എക്സ് ഉണ്ട്, പവർ എന്താണ് 2 ഇൻറ്റു 1 2 3 4. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, കെ എന്ന് കൊടുക്കാം അല്ലെ. കെയുടെ വാല്യൂ എങ്ങനെയാ പോകുന്നത്, കെയുടെ വാല്യൂ 1 തൊട്ട് അല്ല, കെയുടെ വാല്യൂ 0 തൊട്ടാ പോകുന്നത്. കാരണം ഈ ഫസ്റ്റ് ടേമിൽ എന്താ, ആരില്ല, 1 എന്ന് മാത്രമല്ലേ ഉള്ളൂ. അവിടെ റേസ് ടു ഇല്ലല്ലോ. കാരണം എന്തുകൊണ്ടാ, ഇപ്പൊ കെയുടെ വാല്യൂ 0 ആണ് എങ്കിൽ അവിടെ ടേം ഉണ്ടാവുമോ, ഇല്ലല്ലോ. ഇപ്പൊ ഇവിടെ കെയുടെ വാല്യൂ 1 ആയപ്പോ അതായത് 2k. അപ്പൊ നമുക്ക് കെയുടെ വാല്യൂ 0 സ്റ്റാർട്ട് ചെയ്യാണ്. 2k ആണല്ലോ. അപ്പൊ ഇവിടെ എന്തുണ്ടാകാം, 1 ഇൻറ്റു ഇതെങ്ങനെയല്ലേ വരിക, 1 ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു ഇവിടെ റേസ് ടു എന്താകും, എക്സ് റേസ് ടു 2k ഉണ്ടായിരിക്കും. കെയുടെ വാല്യൂ 0 ആയപ്പോ എന്തൊരു 2 ഇൻറ്റു 0 എന്ത് വരും, 0 അല്ലെ. അതായത് എക്സ് റേസ് ടു 0 വരും. എക്സ് റേസ് ടു 0 എന്ന് പറഞ്ഞാൽ ആര് തന്നെ, 1. അതുകൊണ്ടാണ് എന്ത് അവിടെ വരുന്നില്ല എന്ന് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഈ സിംപ്ലിഫൈഡ് ഫോം വേണം എന്നില്ല. ഓക്കെ, ഇവിടെ നോക്കി ഇത്രയും മനസ്സിലായി. ഇവിടെ കണ്ടോ, എക്സ് റേസ് ടു 2 എക്സ് റേസ് ടു 4 എക്സ് റേസ് ടു 6 എന്നുള്ള രീതിയിലാണ് പവേഴ്സ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം, എക്സ് റേസ് ടു 2k എന്നുള്ള ഫോമിലാണ് പോകുന്നതെന്ന് നമുക്ക് എഴുതാം. അത് നമ്മൾ എഴുതി. താഴെ എങ്ങനെയാ പോകുന്നത്, 2 4 6 എന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പൊ താഴെ നമുക്ക് എന്ത് എഴുതാം, 2k ഫാക്ടോറിയൽ ആയിട്ടാണ് പോകുന്നത് എന്നൊരു ജനറൽ ടേം എഴുതാം. ആൻഡ് ഇവിടെ നമ്മൾ എന്ത് എഴുതിയിട്ടുണ്ട്, -1 റേസ് ടു k. അങ്ങനെ എഴുതാൻ കാരണം ആദ്യം മൈനസ് വരുന്നുണ്ട്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, -1 റേസ് ടു k എന്ന് എഴുതി. അപ്പൊ എന്താ, കെയുടെ വാല്യൂ 0 ആകുമ്പോഴത്തേക്ക് ആദ്യം എന്താണ്, കെയുടെ വാല്യൂ 0 ആകുമ്പോഴത്തേക്ക് ആദ്യം ഇതെന്തായി പോകും, 0 ആയി പോകും. അടുത്ത കെയുടെ വാല്യൂ 1 ആകുമ്പോൾ ആദ്യം നെഗറ്റീവ് വരും,
കെയുടെ വാല്യൂ 2 ആകുമ്പോൾ അടുത്ത് എന്ത് വരും പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ ആയിരിക്കുമല്ലോ പോകുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓൾട്ടർനേറ്റീവ് ആയിട്ട് പോസിറ്റീവ് നെഗറ്റീവ് ഇവിടെ സൈൻ ആയിട്ട് വരുന്നത് കൊണ്ട്, ഓരോ ടേംസിന്റെ ഇടയ്ക്ക് വരുന്നത് കൊണ്ട് ഞാൻ ഇവിടെ എഴുതി -1 എന്ന് എഴുതി. ഇതെന്താണ് സിഗ്മ. സിഗ്മ എന്ന് പറയുമ്പോൾ സം ആണല്ലോ. സം ഓഫ് സീക്വൻസ് ആയിട്ടല്ലേ സീരീസ് ആയിട്ടല്ലേ പൊക്കോടെയാണ് സിഗ്മ. കെയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ പോകണം, കെയുടെ വാല്യൂ എവിടെ തൊട്ട് എവിടെ വരെ പോകണം, 0 തൊട്ട് പോകണം അല്ലെ. കാരണം ഇവിടെ കെ ഉണ്ടോ, ഇല്ല. ഇല്ലാത്ത എന്തുകൊണ്ടാണ്, കെയുടെ വാല്യൂ 0 ആയി പോയണ്ട. കാരണം എന്തൊരു സാധനം റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. ഇവിടെ ഉണ്ട്. ഇവിടെ 1 മൈനസിന് ഇവിടെ എന്തായിരിക്കും ഉണ്ടാവുക, 1/1 into x raised to 2k ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷെ കെയുടെ വാല്യൂ അവിടെ എന്തായിരുന്നേക്കാം, 0 ആയിരുന്നേക്കാം. കെയുടെ വാല്യൂ 0 ആകുമ്പോൾ എന്തായി മാറും, 1/1 into x raised to 2 into 0 എന്ന് പറയുമ്പോൾ 0. x raised to 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 1 ആണ് അല്ലേ. അപ്പൊ എന്ത് വരും, 1/1 എന്ന് പറഞ്ഞാൽ 1. അതുകൊണ്ടാണ് ഇവിടെ 1 മാത്രമായിട്ട് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാം, കെയുടെ വാല്യൂ എവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നത്, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ പോകുന്നുണ്ടെന്ന് പറയാം. സോ എന്ത് ചെയ്യാം, ഈ ഒരു സീക്വൻസ് നമുക്ക് ഈ ഒരു രീതിയിലായിട്ട് ഷോർട്ട് ആക്കി എഴുതാനായിട്ട് പറ്റും. ഓക്കെ, നമ്മുടെ f of x is equal to cos x എന്ന് പറയുന്ന സീക്വൻസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു രീതിയിൽ മാറ്റി എഴുതാം. ഓക്കെ, അടുത്തൊരു ഇവിടെ ഒരു സീരീസ് ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ എന്നിട്ട് സീരീസ് എക്സ്പാൻഷൻ ഓഫ് f of x is equal to 1/x+2. 1/x+2 എന്ന് പറയുന്നതിന്റെ ടൈലർ സീരീസ് എഴുതാനായിട്ടാണ് പറഞ്ഞേക്കുന്നത്. സോ ടൈലർ സീരീസിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ടൈലർ സീരീസിന്റെ ഇക്വേഷൻ. അപ്പൊ നമുക്കറിയാം എന്ത് ചെയ്യണം, നമുക്ക് f of x കണ്ടുപിടിക്കണം. അതിൽ എന്ത് ചെയ്യണം, എഫ് നോട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് f of x0യുടെ വാല്യൂ 1 ആണ് തന്നിട്ടുണ്ട്. കണ്ടോ, x is equal to 1. അപ്പൊ ഇവിടുത്തെ ഈ x0ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ് ഇട്ട് കൊടുക്കേണ്ടത്. മുമ്പത്തെ ക്വസ്റ്റ്യനിൽ 0 ആയിരുന്നുകൊണ്ട് നമ്മൾ 0 ഇട്ട് കൊടുത്തത്. ഇവിടെ തന്നിട്ടുണ്ട് x-ന്റെ വാല്യൂ 1 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ x0ന്റെ വാല്യൂസ് 1 ആയിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യണം, ആദ്യം f of x ഇതിന്റെ ഡെറിവേറ്റീവ് ഫസ്റ്റ് ഇതെടുക്കുക, അതിനകത്തേക്ക് 1ന്റെ വാല്യൂ ഇട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ എന്ത് ചെയ്യണം, ഇതിന്റെ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് പിന്നെ x-ന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുക, തേർഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് x-ന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ പോവുക. ആദ്യം എന്ത് എഴുതി, നമ്മൾ എടുത്തെഴുതി അല്ലെ, f of x is equal to 1/x+2 നമ്മൾ എഴുതി. അതിലേക്ക് എന്ത് ചെയ്യുക, x0ന്റെ വാല്യൂ ഇട്ടു. കാരണം ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ f of x0 ആണ്. x0 എന്ന് പറഞ്ഞാൽ എന്താണ്, x-ന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കണം. x0ന്റെ വാല്യൂ 1 ആണ്. അപ്പൊ എന്ത് ചെയ്തു, f of 1 ആയും. എന്താണ് 1/x-ന്റെ സ്ഥാനത്ത് എന്തായി മാറി, കണ്ടോ, 1/x+2 ആയിരുന്നു. എന്തായിരുന്നു 1/1+2 എന്ന് പറയുമ്പോൾ എത്ര കിട്ടി, 1/2. ആദ്യത്തെ ആളായി. ഇനി നമുക്കിനി എന്ത് ചെയ്യണം, ഇതിന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഈ ഒരു f of x is equal to 1/x+2 ഡെറിവേറ്റീവ്. എന്നാൽ നമുക്ക് ഇനി അടുത്ത f dash of x0 കണ്ടുപിടിക്കണമെങ്കിൽ ഇതിലെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതിനകത്തോട്ട് എന്ത് ചെയ്യണം, x-ന്റെ വാല്യൂ 1 ഇട്ട് കൊടുക്കണ്ടേ. അങ്ങനെയല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ എന്ത് വരും, d/dx of 1/x. ഡെറിവേറ്റീവ് ഓഫ് 1/x എന്ന് പറയുന്നത് എന്താണ്, -1/x² ആണ്. അത് ഓർത്തിരുന്നോളാം. ഓക്കെ, അതാണ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇവിടെ അതിനാണല്ലോ 1/x ഉണ്ട്, കൂട്ടത്തിൽ ഒരു +2 ഉണ്ടെന്നല്ലേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് പറയാം, d/dx of 1/x എന്ന് പറയുന്നത് -1 എന്താണ്, x² ആണ്. സോ d/dx of 1/x² എന്ന് പറയുമ്പോൾ എന്ത് വരും, ഇവിടുത്തെ പവർ എന്താണോ അത് അതിന്റെ കൂടെ നെഗറ്റീവ് ഇവിടെ കൊടുക്കുക, -2 ഡിവൈഡഡ് ബൈ എന്ത് വരും, എക്സിന്റെ കൂട്ടത്തിൽ പവർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ പവർ 2 ആയിരുന്നപ്പോൾ ഇവിടെ പവർ എന്തായി മാറി, ഇവിടെ 3 ആയിട്ട് മാറി എന്ന് മാത്രം. അപ്പൊ കണ്ടോ, d/dx of 1/x(10) എന്ത് വരും, മൈനസ് ഇവിടുത്തെ നമ്പർ അതേപോലെ കൊടുക്കുക 10 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യുക, ഒന്ന് കൂട്ടി കൊടുക്കുക. ഇതായിരിക്കും x(11) എന്നുള്ള കണക്കായിരിക്കും നമുക്ക് വരുന്നത്. സോ ഇതാണ് അതിന്റെ ഡെറിവേറ്റീവ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അതാണ് നമ്മൾ ഈ ഒരു ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഇവിടെ യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ നമ്മളുണ്ട് ഓരോത്തിന്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചു. f of x എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, 1/x+2 ആണ്. അവിടെ നമ്മൾ എന്ത് ചെയ്തു, x0ന്റെ വാല്യൂ 1 ആണെന്നുള്ളത് ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് 1/3 എന്നുള്ള വാല്യൂ കിട്ടി. അതായത് നമ്മുടെ ഫസ്റ്റ് ടേം നമ്മൾ കണ്ടുപിടിച്ചു. അടുത്ത് കണ്ടുപിടിക്കേണ്ടത് എന്താണ്, f dash of x0. അതിന് എന്ത് ചെയ്യുക, ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കണം. f dash of x എന്ന് പറയുമ്പോൾ എന്താ നമുക്കറിയാം, എന്താണ് 1/x-ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് d/dx of 1/x അല്ലെ. 1/x-ന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തായി മാറിയായിരുന്നു, -1/x² ആണ് നമുക്കറിയായിരുന്നു അല്ലെ. അപ്പൊ ഇതിന്റെ എന്തായി മാറും, 1/x+2ന്റെ ഡെറിവേറ്റീവ് എന്തായി മാറും, -1/x+2 raised to 2 എന്നായിരിക്കും വരുന്നത് അല്ലെ. കാരണം 1/x-ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ -1 പവർ എന്ത് ചെയ്യണം, മുകളിൽ ഒന്ന് കൂട്ടി കൊടുക്കണം അല്ലെ. ഇവിടെ x എന്ന് പറഞ്ഞാൽ x raised to 1 ആണെന്ന് അറിയാലോ. അപ്പൊ എന്ത് ചെയ്യാൻ, പവർ ഒന്നുകൂടെ കൂട്ടി കൊടുക്കണം. അതാണ് അതിന്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരിക. സോ x+2ന്റെ 1/x+2ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എന്തായി മാറും, -1/x+2 the whole raised to 2 എന്നായിരിക്കും എന്ത് വരുന്നത്, ഡെറിവേറ്റീവ് ആയിട്ട് വരുന്നത്. സോ അതാണ് ഞാൻ ഇവിടെ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് പക്ഷെ എന്താ കണ്ടുപിടിക്കേണ്ടേ, f dash of x0 ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ. x0ന്റെ വാല്യൂ എന്താണ്, 1 ആണ്. അപ്പൊ എന്ത് ചെയ്യുക, അവിടെ നമ്മൾ 1 എന്ന് പറയുന്ന വാല്യൂ ഇട്ട് കൊടുത്തു, എക്സിന്റെ സ്ഥാനത്ത് 1 ഇട്ട് കൊടുത്തു. അപ്പൊ എന്തോന്ന്, -1/1+2 എന്ന് വന്നല്ലേ. അപ്പൊ നമുക്ക് കിട്ടിയ വാല്യൂ എന്താണ്, -1/2
3² എന്നുള്ള വാല്യൂ ആണ് നമുക്ക് അവിടെ കിട്ടിയത്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ടേം കിട്ടി അല്ലേ. ഇനി അടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടേം ആയി ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത f ഡബിൾ ഡാഷ് കണ്ടുപിടിക്കണം. അപ്പൊ എന്ത് ചെയ്യണം, ഇവന്റെ ഡെറിവേറ്റീവ് എടുക്കണം. എന്താണ് -1/x+2 ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം അല്ലെ. അപ്പൊ നോക്കിയേ, അത് ആദ്യം മൈനസ് അവിടെ നിന്നോട്ടെ. നമുക്ക് ആരാ കണ്ടുപിടിക്കണ്ടേ, -1/x+2 ഡെറിവേറ്റീവ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് നമ്മുടെ ഡെറിവേറ്റീവ് വരണ്ടേ, -1/x² ആണല്ലേ വരണ്ടേ. സോ ഈ ഒരു മൈനസ് നമ്മളിപ്പോ കാര്യമാക്കണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് 1/x+2 ഡെറിവേറ്റീവ് എന്താ നോക്കാം. എന്ത് വരും, -1 അല്ല, ഇവിടുത്തെ പവർ എന്താണ്, 2 ആണല്ലേ. നമ്മൾ പറഞ്ഞല്ലോ പവർ എന്താണോ വന്നേക്കുന്നത് അത് തന്നെ ആയിരിക്കും എന്ത് വരുന്നത്, ന്യൂമറേറ്റർ വരുന്നത് കേട്ടോ. 1/x² എന്ന് പറഞ്ഞാൽ എന്താണ്, -2/x³ എന്നല്ലേ വന്നത്. ഇവിടുത്തെ പവർ എന്താണോ അതായിരിക്കും ന്യൂമറേറ്ററിൽ വരുന്നത്. താഴെ നമ്മൾ ഒന്നുകൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് വരും, ഇവിടുത്തെ പവർ 2 ആണല്ലേ. അപ്പൊ ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും, -2/x+2 എന്ന് വരും അല്ലെ. ഇതായിരിക്കും അതിന്റെ ഡെറിവേറ്റീവ്. പക്ഷെ ഇവിടെ ഓൾറെഡി എന്തുകൊണ്ട് ഒരു -1 കൂടെ ഉണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ ഒരു -1 ഇൻറ്റു എന്നും കൂടെ വരുന്നുണ്ട്. അതാണ് ഇവിടെ ഡെറിവേറ്റീവ് ആയിട്ട് കിട്ടിയത് കണ്ടോ, -1 ഇൻറ്റു -2/x+2 അത് നമ്മൾ സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി, -1 ഇൻറ്റു -2 എന്ന് പറഞ്ഞാൽ 2y 2/x+2 നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, അതിലേക്ക് f ഡബിൾ ഡാഷ് ഓഫ് 1 അപ്ലൈ ചെയ്തു. എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ എന്തിട്ട് കൊടുത്തു, 1 എന്നുള്ള വാല്യൂ നമ്മൾ ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് അടുത്ത വാല്യൂ കിട്ടി 2/3³ എന്ന് കിട്ടി. ഒരു വാല്യൂ ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാതെ ഇവന്റെ ഡെറിവേറ്റീവ് എടുക്കുക. ഇവന്റെ ഡെറിവേറ്റീവ് എടുക്കാൻ ഇവിടെ എന്താ വന്നേക്കുന്നത്, 2 എന്തോരും x+2 ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യുക, ഈ 2നെ ഇഗ്നോർ ചെയ്യുക, ഇത്രയത്തിന്റെ കണ്ടുപിടിക്കുക. 1/x+2 എന്ന് പറയുമ്പോൾ എന്താ, ഇവിടുത്തെ പവർ ക്യൂബ് ആയതുകൊണ്ട് ന്യൂമറേറ്റർ എന്തൊരു -3 വരും. ഡിവൈഡഡ് ബൈ എന്ത് വരും, പവർ ഒന്ന് റേസ് ചെയ്യണം അല്ലെ, x+2 ഇൻറ്റു x+2⁴ വന്നിട്ടുണ്ട്. ഇൻറ്റു നമ്മൾ എന്തുകൂടെ ചെയ്യണം, ഇവിടെ ഓൾറെഡി ഉള്ള 2 കൂടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിലേക്ക് ഇനി എന്ത് ചെയ്യുക, 1 അപ്ലൈ ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ടേം കിട്ടി. തൽക്കാലമായിട്ട് നമുക്ക് ഇത്രയും ടേംസ് മതിയായിരിക്കും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം തന്നിരിക്കുന്ന ഫംഗ്ഷൻ എടുക്കുക, ആ ഫംഗ്ഷനിലേക്ക് തന്നിരിക്കുന്ന x0ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ടൈലർ സീരീസിലെ ഈ ഒരു ഫസ്റ്റ് ടേം നമുക്ക് കിട്ടുന്നത്. അതിനുശേഷം എന്ത് ചെയ്യണം, ഇവന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. ഇവന്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് എന്ത് ചെയ്യുക, x0ന്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നമ്മുടെ ഇവിടെ വരുന്ന രണ്ടാമത്തെ ടേം ആയിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ വേണം നമുക്ക് കണ്ടുപിടിക്കാൻ. ഒരു 3-4 എണ്ണം കണ്ടുപിടിച്ചിരുന്നാൽ മതി. 0 വരാത്ത ഒരു 3-4 ടേംസ് കണ്ടുപിടിച്ച് വെച്ചിരുന്നാൽ മതി. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂഷൻ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. നമുക്ക് ഇതേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇവിടെ കണ്ടോ, എന്താ വന്നേക്കുന്നത്, f(x) ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ എന്താണ്, f(0) പ്ലസ് f'(0). f(0) എന്ന് പറഞ്ഞാൽ 1/3 ആയിരുന്നു, അത് കൊടുത്തു. പ്ലസ് അടുത്ത ടേം എന്തായിരുന്നു, f'(0). f'(0)ന്റെ വാല്യൂ ആണ് -1/3², അത് കൊടുത്തു. ഇൻറ്റു എന്താ വന്നേക്കുന്നത്, ഇവിടുത്തെ വാല്യൂ എന്താണ്, x-x0/1 അതാണ് x-x0ന്റെ വാല്യൂ 1 ആയിരുന്നു, ഡിവൈഡ് ബൈ 1 കണ്ടോ. പ്ലസ് അടുത്തത് എന്താണ്, f'(0)ന്റെ വാല്യൂ എന്തായിരുന്നു, f'(0) അല്ലെ f'(x0) വാല്യൂ എന്തായിരുന്നു, 2/3³ ഇൻറ്റു എന്തോന്നു, x-x0ന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ 1 വന്നത്. (2)/2 അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വാല്യൂസ് എല്ലാം ഇട്ടു കൊടുത്തു. ഇനി ഇവിടെ നോക്കി, ഇവിടെ കട്ട് ചെയ്ത് പോകുന്നത് ഇവിടെ കണ്ടോ, ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 എന്ന് പറഞ്ഞാൽ സെയിം തന്നെ ആണല്ലോ. അത് രണ്ടും എന്തായി പോയി, കട്ടായി. അടുത്തുണ്ടോ 3 വാല്യൂ എന്താ, 3 × 2 × 1 ആണ് അല്ലെ. 3 × 2 എന്ന് പറയുമ്പോൾ 6 ആണ്. അതുകൊണ്ടാണ് ഈ 6ഉം ഈ 3 കട്ടായി പോയി. അതുപോലെ 4 വാല്യൂ എന്ന് പറയുന്നത് 24 ആണ്. അതുകൊണ്ടാണ് ഈ 4 24 വെട്ടിപ്പോയി. അല്ല അതേപോലെ ജസ്റ്റ് ഇനി ആ സാധനം കണ്ടുപിടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്യുന്നു, അതോടെ പരിപാടി കഴിയുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സിംപ്ലിഫൈ ചെയ്തെടുക്കാം. എഴുതിയപ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെയാ കിട്ടുന്നത്. ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കി നമ്മൾ റീറൈറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിൽ കിട്ടി. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന എന്താണ്, ടൈലർ സീരീസ് ആയിട്ട് നമുക്ക് ഇവനെയാണ് കിട്ടുന്നത്. നമുക്ക് ഇനി ഇതിനെ ഒന്ന് ജനറലൈസ് ചെയ്തെഴുതാം. ഇവിടെ എങ്ങനെയാ വന്നേക്കുന്നത്, ഇവിടെ x⁻⁻⁴ ഇവിടെ എന്തെന്ന് പറയാം, 1 എന്ന് പറയാം. കാരണം ഒന്നും ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം 1 തന്നെയാണല്ലോ. 1, 2, 3, 4, 5 അങ്ങനെയല്ലേ സീരീസ് കൂടി പോകുന്നത്. അപ്പൊ ഇവിടെ എന്തുണ്ടാകാം, x-1/0 ഇവിടെ ഉണ്ടാകാം. കാരണം അറിയാലോ, x-1/0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, x⁻0 എന്നാൽ എന്താണ്, 1 തന്നെയാണ്. അപ്പൊ ഇവിടെ കെയുടെ വാല്യൂ എവിടെ തൊട്ടാ സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്, 0 തൊട്ട് ഇൻഫിനിറ്റി വരെ. അതാണ് എന്താണ്, സിഗ്മ k = 0 to ∞. ഇവിടെ കണ്ടോ, പ്ലസ് മൈനസ് അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുക. സിമ്പിൾസ് ഉണ്ട് ഇവിടെ, പ്ലസ് മൈനസ് എന്നുള്ള രീതി പോകുന്നതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കണം, -1/k കൊടുക്കുക ഇൻറ്റു
എക്സ് മൈനസ് വൺ എല്ലായിടത്തും ഉണ്ട്, റേസ് ടു കെ, കെയുടെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ബൈ ഇവിടെ എന്താ വന്നേക്കുന്നത്, 3 3 ക്യൂബ് 3 റേസ് ടു 4 എന്നുള്ള രീതിയിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ 3 കണ്ട് ഇവിടെ പവർ എന്താ, 3 റേസ് ടു 1 ആണ്. ഇവിടെ 3 കെയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടുന്ന, 0 എന്നാ. എന്തുകൊണ്ട് 0 എടുത്തേ, കാരണം ഈ ഫസ്റ്റ് ടേമിലും ഉണ്ട്, കെയുടെ പവർ ഉണ്ട്, 0 ആയി പോയോണ്ടാണ് നമ്മൾ ഈ ഒരു എക്സ് മൈനസ് 1 എന്നുള്ള ടേം ഫസ്റ്റ് ടേമിൽ ഇല്ലാത്ത. അതുകൊണ്ട് കെയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 പക്ഷെ നമ്മുടെ താഴത്തെ ന്യൂമറേറ്ററിന്റെ പവർ സ്റ്റാർട്ട് ചെയ്യുന്ന 1 അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കൊടുക്കാം, k+1 തൊട്ടാ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് കൊടുക്കാം. ഓക്കെ, കാരണം ഇതിനകത്തോട്ടെ എങ്ങനെയാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പറഞ്ഞുതരാം. നമ്മൾ ഈ ഒരു ജനറൽ ഫോം ഇതിനു മുമ്പേ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇതിപ്പോ ആദ്യം ഞാൻ കൊടുക്കാൻ പോകുന്നത് കെയുടെ വാല്യൂ 0 ആണ്. കെയുടെ വാല്യൂ 0 കൊടുക്കാൻ നേരം ഇതെന്തായി മാറും, -1 എന്ന് പറയുമ്പോൾ ഇവിടെ എന്തൊരു 0 വരും എന്ന് പറയുമ്പോൾ മൈനസ് തന്നെ വരും. -1 ഇൻറ്റു ഇതെന്തായി മാറും, എക്സ് മൈനസ് 1 ദ ഹോൾ റേസ് ടു 0 എന്ന് വരും. ഹോൾ ബൈ എന്ത് വരും, 3 എന്ന് വരും. ഇതെന്ന് പറഞ്ഞാൽ എന്തായി മാറും, എക്സ് റേസ് ടു 0 എന്ന് പറയുമ്പോൾ ഇത് എന്തായി മാറും വെച്ചാൽ -1 ഇൻറ്റു എക്സ് റേസ് ടു 0 എന്ന് പറയുമ്പോൾ 1ഉം പിന്നെന്താണ് -1 റേസ് ടു 0 എന്ന് പറയുമ്പോൾ എന്ത് തന്നെ വരുന്ന ഒരു -1 വരുന്നത്. ഓക്കെ, അപ്പൊ 1 ഇൻറ്റു -1 ബൈ 3 എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്, 1/3 എന്നാണ് നമുക്ക് ആദ്യത്തെ ടേം ഇവിടെ കിട്ടുന്നത്. ഇനി അടുത്ത് നമ്മൾ എന്ത് ചെയ്തു, എക്സിന്റെ കെയുടെ വാല്യൂ 1 ആക്കി കൊടുക്കും. കെയുടെ വാല്യൂ 1 ആക്കി കൊടുക്കുമ്പോൾ എന്തൊരു -1 റേസ് ടു 1 എന്ന് പറയുമ്പോൾ എന്തൊരു -1 ഇൻറ്റു എക്സ് മൈനസ് 1 ഹോൾ റേസ് ടു 1 എന്ന് പറയുമ്പോൾ 1 തന്നെ ബൈ 3 റേസ് ടു എന്തൊരു 1 + 1 എന്ന് പറയുമ്പോൾ എത്ര വരും, 2 വരും കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, രണ്ടാമത്തെ ടേം കിട്ടി. ഈ ഒരു രീതിയിലാണ് പോകുന്നത്. അതിന്റെ ജനറൽ ഫോം എഴുതിയേ ഉള്ളൂ, ജനറൽ ഫോം എഴുതണം നിർബന്ധമൊന്നുമില്ല. ചില സമയത്ത് ചോദിക്കാറുണ്ട്, ഇത് ഈ ഒരു തന്നിരിക്കുന്ന സീക്വൻസിന് ജനറൽ ഫോം ഏതാന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് പോയിരുന്നാൽ മതി. MCQ എങ്ങനെയാണോ ചോദിച്ചത് അതിന്റെ രീതിയിൽ പോയാൽ നല്ല എളുപ്പമുള്ളവർക്ക് ചോദിക്കത്തുള്ളൂ. ഓക്കെ, സോ എന്താണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ജനറൽ ഫോം ആക്കി ഇവിടെ എഴുതിയേക്കും. സോ ഇങ്ങനെ പോകുന്ന സീരീസിനെയാണ് നമ്മൾ അന്ന് വിളിക്കുന്നത് പവർ സീരീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, എക്സിന്റെ പവർ 0 തൊട്ട് ഇങ്ങനെ ഇൻഫിനിറ്റി വരെ, ഇങ്ങനെ 0 ഇൻഫിനിറ്റിയിലേക്കാണ് പവർ ഇങ്ങനെ കൂടി പോകുന്നത് എങ്കിൽ അങ്ങനത്തെ സീരീസിനെ നമ്മൾ എന്ത് പേരെന്നാ വിളിക്കുന്നത്, പവർ സീരീസ് ആണ് വിളിക്കുന്നത്. സോ ഈ ഒരു സീരീസ് എന്താണ്, 1/x+2 എന്ന് പറയുന്ന എന്ത് സീരീസ് ആണ്, ഒരു പവർ സീരീസ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ,